പരിഹസിച്ചു മന്നാവിനെ കഴിച്ചവർ പരിഹസിച്ചു സെന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു തലയിൽ മുള്ളാൽ മുടിയും വെച്ചു പലർ പല പാടുകൾ ചെയ്തു നിന്നെ പലർ പല പാടുകൾ ചെയ്തു നിന്നെ
എല്ലാരും കണ്ണോനെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടിയാവരുതേ. കർത്താവേ, എന്നോട് തന്നെ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കം പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹിമയോ ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമർത്ഥമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ സഹായേ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി
വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായി ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലം. നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. അർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നതുമായ കർത്താവേ, നിന്റെ മകനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. ജനത്തിനൊരുങ്ങിടുവിൻ. സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവും ആശീസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമയാരും നിനക്ക് തുല്യനാകും. എതിരേൽപ്പില്ലായി വന്നവരാം കന്യകമാരോടവൻ നരനെ ഉപമിച്ചതു നാം അറിയുന്നു. മതിഫലമീശൻ നൽകുന്നു, നല്ലവനേകും നാഗസുഖം. ദുഷ്ടന്മാർക്കോ തീനരകം, നാഗത്തിൻ കതിരണിയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായി ഉന്നതമാം പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമിക്കും. അവിടെ അവർക്ക് പീഠയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാം. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാം. അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാഴ്ക്കുടിലാം. കർത്താവേ, നീ നല്ലവനാകുന്നു. നീ അവ തൂക്കിയളന്നിടത്തിൽ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, രാവും പകലും നിന്നെ ഞാൻ വിളിക്കുന്നു. പരിശുദ്ധാരൂപിയുടെ കാലം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാരൂപിയുടെ കാലം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കാം മഹിമയുടെ ദിവവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ, നല്ലവരത്തു വലംഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ, പ്രതനാവെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിടും ഒഴുകി വരുന്നു വാനവകാരമോ, പൂഴിയിൽ നിന്നു മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. ഒരു മോഹനമപ്പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. വിളിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിൽ
ലോകത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായി നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞാൻ പ്രകൃതിക്കും മഹിമയുടെ കർത്താവേ നീ അടയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരും തോലും ഭാവേ. It's a
കൊണ്ടുവരാൻ പോയിട്ടേ ഉള്ളൂ. അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വന്നു കഴിയുമ്പോൾ തുടങ്ങുന്നതായിരിക്കും. വേദികളിൽ സന്നിസ്ഥരെ ദുബാമിലെ സഹോദരി സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട കുനൂസിയാണ്. ഏതാണ്ട് 70 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു തൻ്റെ കർത്തവ്യങ്ങൾ ഒക്കെ നിർവഹിച്ച് ദൈവത്തോടും സഭയോടും കുടുംബത്തോടും പങ്കാളിയോടും മക്കളോടും എല്ലാം സ്നേഹ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞതിൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് സ്വർഗപിതാവിൻ്റെ അടുത്തേക്ക് മടക്കയാത്രയിലാണ്. നമുക്ക് ഈ സഹോദരന് വേണ്ടി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സഭയോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഈ പനിതന്നെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപങ്ങളുടെയും മോചനത്തിനുമായി ഈ കർമ്മത്തിനെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നതിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മകനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പൊൽക്കൊടി തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പൊൽക്കൊടി തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായുള്ള സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ
സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിങ്ങളെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസന് വരമിന്നരുടേണം. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോൽ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ ശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കും കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നുള്ളവരും വിശുകായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെതിരേൽപ്പനായവരോടുകൂടെ മേഘങ്ങളെടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ സുവിശേഷം എന്റെ വചനവും കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ ഇവിടെ പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവില്ല, അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ ഇവിടെ പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ അതിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകുവാൻ അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പനുമായി പുറത്തു വരും. സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയപ്പെട്ട കുഞ്ഞോസിയേട്ടന്റെ ജീവിത പങ്കാളി, സഹോദരങ്ങള്, മക്കള്, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെ വേർപിരിഞ്ഞ് കഴിഞ്ഞ 70 വർഷക്കാലം നമ്മളോടൊത്ത് ജീവിച്ച നമ്മുടെ കുഞ്ഞോസിയേട്ടൻ ഇന്ന് നമ്മളെ വേർപിരിഞ്ഞ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്.
പുനർച്ചേട്ടന് നല്ല ഒരു യാത്രയയപ്പ് നൽകുവാനായി നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പുനർച്ചേട്ടൻ നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു. മത്തായി ചാച്ചി ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമനായി ജനിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്തായി, അയൽക്കാരനായി, ജ്യേഷ്ഠനായി, കൂട്ടുകാരനായി ഈ നാട്ടിൽ വളർന്ന, പിന്നീട് പുനലൂർ ഇടമൺ സ്വദേശിനി അമ്മണി ചേച്ചിയെ ജീവിത സഖിയായി സ്വീകരിക്കുകയും ഇവരുടെ കുടുംബജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ യോബിയെയും ജിസിയെയും നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അവരെ ഒരു നിലയിലെത്തിച്ച് തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കി അതിനിടയിൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാനും തയ്യാറായി എയർഫോഴ്സിൽ വളരെ കാലം ജോലി ചെയ്ത് വീണ്ടും 2004 കാലഘട്ടത്തിൽ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെ ജീവിച്ച് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായി തീർന്ന വ്യക്തിയാണ്. പുനർച്ചേട്ടൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ മരണവും നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ മരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ഓരോ മരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. നമ്മുടെ ജീവിതകാലത്ത് അത് എത്ര നാളായാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു നാൾ നാം മടങ്ങേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കണമെന്ന് ഓരോ മരണാനന്തര ചടങ്ങുകളും നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ഇവിടെ അല്പസമയം കഴിയുമ്പോൾ ആലപിക്കുന്ന ഗാനം മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർക്കണമെന്ന് ഓരോ മരണവും നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, പുനർച്ചേട്ടൻ തൻ്റെ ജീവിതകാലത്ത് നല്ല ഒരു പിതാവായിട്ട്, നല്ല ഒരു മകനായിട്ട്, നല്ല ഒരു സഹോദരനായിട്ട്, നല്ല ഒരു ജീവിത പങ്കാളിയായിട്ട് നമുക്ക് ഇടയിൽ ജീവിച്ച വ്യക്തിയാണ്. ഈ അവസാന കാലഘട്ടത്തിൽ മേലാതിരിക്കുമ്പോൾ പോലും TV-യിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാവരുമായിട്ടും നല്ല ഒരു ബന്ധത്തിലും ദൈവവുമായിട്ടും വളരെ നല്ല അടുത്തൊരു ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ജീവിതകാലത്ത് അദ്ദേഹം അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവാം. അതിന് ഇനി പുനർച്ചേട്ടന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവമേ അദ്ദേഹം ചെയ്ത പാപങ്ങളൊക്കെ ക്ഷമിച്ച് ദൈവസന്നിധിയിലേക്ക് ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുകയും ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് അമ്മണി ചേച്ചിക്കും ജോബിക്കും ജിസിക്കും നിഷയ്ക്കും എല്ലാം ഈ ഇടവക സമൂഹത്തിന്റെ പേരിലുള്ള അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പുനർച്ചേട്ടന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആകാശത്തിലും ഭൂമിയിലും ആസ്വദകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവന്നാണ് പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമ്പത്തിനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസന, എന്തിനു നേരുന്നു തിരമാലകള കടുങ്ങി മറി ഇളകും കടപോലെ. ഭീകരമരണത്തിൽ
തക്കവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കൂടി എന്നെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലേക്ക് സഞ്ജയഭവനത്തോടെ യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഈ സംസ്കാര യാത്ര വേളയിൽ നമ്മുടെ ഭക്തിയോടുകൂടി ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുക. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുവിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോ என்பിടുമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയില ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. സാക്ഷിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ.
ഓഫല്ല ക്യാമറ Jana
കർത്താവേ നീ അണയുന്നു കരുണയോടെ നിർത്തണമേ നല്ലവർക്ക് വരമ്പാകേ ആകാശഭൂമി ഭൂതലവും
എനിക്ക് പൊക്കാൻ പറ്റാം.